ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون أيها الإخوان أوصيكم بتقوى الله സഹോദരന്മാരെ സഹോദരികളെ ഭക്തിയുള്ളവരായി തത്വമുള്ളവരായി ജീവിക്കണം എന്ന് ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പവിത്രമാക്കിയ മാസത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒരു ആഴ്ച. മറ്റൊന്ന്, ഈ ഹിജ്റ വർഷാരംഭ മാസം. ഹിജ്റ വർഷം വേണ്ടി തുടങ്ങുന്നത് മുഹറം മുതലാണ്. 1448 ആണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഏതാ കൊല്ലം ചോദിച്ചാല് നമ്മള് മുസ്ലിങ്ങളും ഹിജ്റന്റെ ആളുകളും ഹിജ്റ കലണ്ടറിന്റെ ആളുകളും അറബി മാസത്തിന്റെ ആളുകളും ചന്ദ്രക്കറവി ഒക്കെ നോക്കുന്നവരും ഒക്കെ ആണെങ്കിലും ഹിജ്റ ഏതാണ് വർഷം ചോദിച്ചാൽ പലർക്കും അറിയാം. 1448 വർഷത്തിലേക്കാണ് പ്രവേശിച്ചത്. ആ തുടക്കമായി നമുക്ക് ചെയ്യുന്നത് മാത്രമല്ല, പുതിയ വർഷാരംഭം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വിലയിരുത്തേണ്ടത്. നമ്മളെ ഖബറിലേക്കുള്ള ദൂരത്തിന്റെ ഒരു കൊല്ലം കൂടി ചുരുങ്ങി എന്ന് ഓർക്കേണ്ട സമയം. മറ്റൊന്ന്, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് ആളുകൾ വിരമിച്ച് ഹജ്ജ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം. ചിലരെത്തി, ചിലര് മദീനയിലാണുള്ളത്, ചിലർക്ക് പുറപ്പെടാൻ സമയം ആയിട്ടില്ല, ഇതൊരു ഹജ്ജ് കഴിഞ്ഞു. മറ്റൊന്ന്, അടുത്ത ഹജ്ജിനുള്ള നോട്ടിഫിക്കേഷൻ അപേക്ഷ സർക്കാർ ക്ഷണിച്ചു കഴിഞ്ഞു. അതും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ശാരീരികമായും സാമ്പത്തികമായും ആപത്തുള്ള ആളുകൾ, നിർബന്ധമായ ആളുകൾ ആ നിർബന്ധം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കണം. പക്ഷേ സമയം അവസരം നമ്മളെ കാത്തു നിന്നോളണം എന്നില്ല. ഇപ്പൊ കിട്ടിയ അവസരത്തിന് അത് നിർവഹിച്ചെങ്കിൽ ആ ആൾക്ക്, ഞാൻ പറഞ്ഞ ആവതുള്ള ആൾക്ക് മുസ്ലിം ആകാൻ സാധിക്കൂ എന്ന ബോധ്യമുണ്ടാകും. മുസ്ലിം ആകാനുള്ള 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ്. ഓതി വെച്ച ആയത്ത് ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ടായി. ഇത് ചുമയുമായി ബന്ധപ്പെട്ട
ഇസ്ലാമിലെ ഓരോ കർമ്മവും, അത് നമസ്കാരമാകട്ടെ, ഷഹാദത്ത് കലിമയാവട്ടെ, നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒക്കെ ഞങ്ങൾ നിർബന്ധമായ അനുഷ്ഠാന കർമ്മം, ഇസ്ലാം കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, ഇത് ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മഹാസംഭവമാണ് എന്ന് ബോധ്യപ്പെടും. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞത് എന്താണ്? കർമ്മപരമായ കാര്യങ്ങളാണ് എഴുതിയത്. അതൊരു തീരുമാനമാണ്, അതൊരു ഉറച്ച അറിവാണ്, അതൊരു പ്രഖ്യാപനമാണ്, അതൊരു നിലപാടാണ്. അഷ്ഹദു, ഞാൻ തെളിവാണ്, സാക്ഷിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തീർച്ച അല്ലാഹുവല്ലാതെ മനസ്സ് നമിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, തവക്കുലാക്കാൻ, സത്യം ചെയ്യാൻ, അത്താണിയായി സ്വീകരിക്കാൻ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇപ്പറഞ്ഞൊക്കെ ചെയ്യപ്പോഴാണ് ഇലാഹ്. അങ്ങനെ എനിക്ക് ഇല്ലാതാക്കാൻ ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല. അള്ളാഹ് പിന്നെ പറയും. ആദ്യം ആരുമില്ല, സർവ ഇലാഹുകളെയും തള്ളി പറയും, ഇവിടെ അള്ളാഹ് സ്ഥാപിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ഞാൻ തെളിവാണ്. ഇത് നിലപാടാന്ന് പറഞ്ഞു. ഇത് വിശ്വാസം എന്ന് പറഞ്ഞാൽ പോയി, ഇതൊരു ഉറപ്പാകല. നമുക്കത് ഉറപ്പാക്കണം. അല്ലാതെ എനിക്ക് മനസ്സ് നമിക്കാൻ ഒരാളില്ല. പിന്നെ പറഞ്ഞത് രണ്ടാമത്തെ കലിമ വഅഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. ഇത് നമ്മുടെ ഒരു ശക്തമായ നിലപാടായിരിക്കും. ഞാൻ മുഹമ്മദ് നബിയെ പിൻപറ്റിയവനാണ് എന്നതിന് എന്റെ ജീവിതം തെളിവാണ്. അഷ്ഹദുവാണ്, എന്റെ ജീവിതം അതിന് തെളിവാണ്. എല്ലാ കാര്യത്തിലും ഞാൻ മുഹമ്മദ് നബിയെ പിൻപറ്റിയവനാണ്. അങ്ങനെ പിൻപറ്റാൻ അർഹനായ, ഞാൻ അതിന് ബാധ്യസ്ഥനായ ആളാണ് എന്ന് ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഷാക്കിലും. അത് വലിയ സംഭവമല്ല. ആരുടെ മുന്നിലും ഞാൻ നമിക്കൂല, ആരോടും ഞാൻ പ്രാർത്ഥിക്കൂല, ആരുടെ മുന്നിലും ഞാൻ തലകുനിക്കൂല, ആരുടെ മുന്നിലും എനിക്ക് സാഷ്ടാംഗമില്ല, ആരെയും എനിക്ക് തവക്കുലാക്കാനില്ല. എനിക്ക് ചോദിക്കാനും പറയാനും മുണ്ടി പറയാനൊരു അള്ളാഹ്, എന്നെ കാണുന്ന അള്ളാഹ്. ഞാൻ അങ്ങോട്ട് കാണില്ലെങ്കിലും എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, സർവശക്തനും സർവേശ്വരനുമായ അള്ളാഹ് പറയാൻ കഴിയില്ല. ഈ നിലപാടാണ് ഒന്നാമത്തെ ചില കാര്യങ്ങളെ കാര്യം. അപ്പൊ ഇത് ഒരു കേവലം വിശ്വാസമില്ല, നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമസ്കാരം എടുത്തു നോക്കുമ്പോഴോ, നമസ്കരിക്കുന്ന ആള് സമൂഹത്തിലെ ഒരു നല്ല മനുഷ്യനായി മാറുന്ന ഗുണം പറഞ്ഞു ഒരു സംഭവമാണ്. നമസ്കാരം ഒരായത്ത്, ഒരുപാട് ആയത്തുകൾ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പറയും. ഓരോന്നും നമ്മളെ വയ്യാതെ ചിന്തിപ്പിക്കണേ. എല്ലാ തിന്മയും നികൃഷ്ടമായി മനുഷ്യൻ കേട്ടാൽ അറപ്പുളവാക്കുന്ന അയ്യെന്ന് പറഞ്ഞൊരു സംഗതി നിസ്കരിക്കാതെ വാക്കുന്നുണ്ടാവില്ല. അതിനൊക്കെ നിസ്കാരമാണ് തടയുക. അത് മുപ്പരി ചെയ്യോ, മുപ്പർ എന്ന് സുബൈക്ക് കൂടി ഞാൻ പഠിക്കണ്ടല്ലോ. മുപ്പർ കൃത്യമായി ഒന്നാം സൂപ്പരി ജുമാക്ക് വരുന്ന ആളുകൾ മുപ്പരെ ഭാഗത്തുണ്ടായോ എന്ന് പറയുന്ന ആള് കേട്ട് അറക്കുന്ന ഒരു സംഗതി നിസ്കരിക്കുന്ന ആളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പറയണ്ട പാടില്ല. എന്തുകൊണ്ടാണ് അത് ആദ്യ സപ്പോർട്ടുകൊണ്ടേ നമസ്കാരം പഠിച്ചോളോട് പറയണതേ, പഠിച്ചോട് പറയണതൊക്കെ പഠിച്ചോനെ നിനക്ക് വേണ്ടി ഞാനിതാ ഉപയോഗിക്കുന്നു പറഞ്ഞ തുടങ്ങണേ ഒരു പ്രതിജ്ഞയോട് കൂടിയാണ്. പിന്നെ അതിലെ പ്രാർത്ഥനകളൊക്കെയും അങ്ങനെ തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാല് ഒക്കെ കഴിഞ്ഞ് പിന്നെ എങ്ങനെയാവാ എന്നല്ലല്ലോ. അപ്പൊ ഹജ്ജ് 5 നാളുകൾ ഇങ്ങനെ വിരമിച്ച് അത് കഴിഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞു, ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു മിൻ ഖലാഖ് വമിനൻ നാസി മൻ ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
പൈതാക്കള്ളേക്കും മനാസിക്കും നിങ്ങളുടെ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചാണ്. അള്ളാഹനെ ധാരാളം സ്മരിക്കുക. കഴിഞ്ഞാൽ പിന്നെ ചിന്ത വേറെ മാറില്ല, അതിങ്ങനെ നിലനിൽക്കണം. ഹജ്ജ് കഴിഞ്ഞാൽ വിദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ അള്ളാഹനെ ധാരാളം സ്മരിക്കുക. കദിക്കിരിക്കും ആപാവുക്കും അവകാശത്തിരിക്കുക. വാപ്പാരെ സ്മരിക്കുന്നതിനേക്കാളാണ് സ്മരിക്കുക. അങ്ങനെ പറയാൻ കാരണം ഹജ്ജിൽ നിന്ന് വിരമിച്ച പിന്നെ അവരുടെ കുടുംബങ്ങളൊക്കെ അതിന്റെ പരിസര പ്രദേശത്തൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് സഭയിലും മറുവയിലും മുസ്തലിഫയിലും അറബയിലും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓരോ പിതാക്കളുടെ നാട്ടങ്ങൾ പറയുകയും മധു പറയുകയും കുടുംബ മഹിമ പറയുകയും അവരെ ഓർക്കുകയും അവരുടെ ഒരു അനുസ്മരണമൊക്കെ ആക്കി ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞു. അപ്പൊ അള്ളാഹ് പറയാം, അല്ല ഒക്കെ ഒഴിവാക്കിയ നിങ്ങൾ അള്ളാഹനെ ധാരാളം ഓർത്തോളി. വാപ്പാരെ ഓർക്കുന്നതിലേറെ കരിക്കും ആഭാവക്കും അവകാശത്തിരിക്കുക. എന്നിട്ട് പറയാമോ മിനന്നാസിമയ്യ ഓരോ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, കുറച്ചനെ ദുനിയാവിനെ അങ്ങ് തരണേ. ദുനിയാവിനെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് പരലോകത്ത് ഒരു വീട് ഉണ്ടാവില്ല. കർമ്മത്തെ നിരൂപിച്ചിട്ട് അല്ല ഏത് തന്നാണെങ്കിലും ദുനിയാവിനെ ചോദിക്കുക. ദുനിയാവിനെ ചോദിക്കുന്ന ആളുകൾക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. ദുനിയാവല്ല കൊടുക്കുമായിരിക്കും, പരലോകത്തോൽക്കൊരു വിഹിതമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പോലും ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ. ദുനിയാവിൽ ഞങ്ങൾക്ക് തരണം, ഹസനാത്ത് തരണം. റബ്ബേ പരലോകത്തും ഞങ്ങൾക്ക് തരണം. ദുനിയാവ് ആഖിറും ചോദിക്കുന്ന ആളുകൾ. വഖിനാ അദാബന്നാർ, ഒരു ആത്യന്തികമായ ചോദ്യമാണ്. ആഖിറത്ത് നന്നാക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നരക ശിക്ഷയിൽ നിന്ന്. ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളും ഉണ്ടാകുന്ന ചിന്തയാണ്. ഇത് നിലനിർത്തുന്നതും ഈ ഒരു അവസ്ഥയിൽ തന്നെ മനുഷ്യനെ നിലനിർത്തുന്നതാണ് ഹജ്ജായാലും ജകാത്തായാലും നോമ്പായാലും നിസ്കാരമായാലും ഒക്കെ. ജുമാക്ക് വരുന്ന ആളുകളോട് പറഞ്ഞു, ജുമാക്ക് വന്ന് നിസ്കരിച്ചാൽ സലാം കുറ്റാൽ പിന്നെ ഒക്കെ ഈ പറഞ്ഞതൊക്കെ അടുത്തതൊന്നും ഇല്ലാതെ പോവില്ല. ജുമാക്ക് വരുന്ന ആളുകൾ നല്ല വല്ലാത്ത സംഭവം ജുമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹപ്രവർത്തകൻ ഒരു അമുസ്ലിമായ അധ്യാപകനൊക്കെ പറഞ്ഞിരിക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന വല്ലാത്തൊരു അവസരമാണ്. നിങ്ങളുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരെയും വെള്ളിയാഴ്ച കുറച്ച് സമയങ്ങൾ മുന്നിൽ കിട്ടുന്നുണ്ടല്ലോ. ഇവരെ ബോധവൽക്കരിക്കാൻ, ഇവരെ സമുദ്ധരിക്കാൻ, ഇവരെ ഉത്തേജിപ്പിക്കാൻ പറ്റിയൊരു അവസരങ്ങൾ കിട്ടല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞത് അത്യാവശ്യം ചിന്തിക്കണ, ഈ അവസ്ഥയെ പറ്റിയൊക്കെ ആലോചിക്കണ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനായ അധ്യാപകൻ. അപ്പൊ നമുക്ക് കിട്ടിയ ഈ അവസരം, പഠിച്ചുണ്ടാക്കി തന്ന ഈ അവസരം, ഇതൊരു വലിയ സംഭവമാണ്. ആളുകളോട് ഇങ്ങനെ സംവദിക്കാൻ, ആളുകൾ ഭക്തിയോടെ ഒതുവെടുത്ത് ടെബലിക്ക് നേരെ തിരിഞ്ഞു നിന്ന് വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ച് കേൾക്കാൻ, അള്ളാന്റെ ആയത്തും റസൂലുള്ളാഹിന്റെ ചെയ്യും ഇതാണ് ഈ പറയേണ്ടത്. അതനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സദസ്സ്. അത് ആ നിസ്കാരം കഴിഞ്ഞവരെ ആ ഓർമ്മയിൽ ഇതിലേക്ക് വൈകി വരികയാണെങ്കിലും വേഗം പിന്നെ ഈ ഒത്തുപ്പം കേൾക്കാൻ വേണ്ടി സുന്നത്തൊക്കെ വേഗം നിസ്കരിച്ചുകൊണ്ട് ഇരിക്കേണ്ടത്. ഇനിയിപ്പോ വന്നപ്പോ ഇങ്ങനെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബാങ്ക് കൊടുത്ത് കഴിയുന്നവരെ കഴിപ്പെട്ടി ഇങ്ങനെ നിൽക്കണ്ട, വേഗം സുന്നസ്കാരത്തിൽ പ്രവേശിക്കുക. കാരണം ഇത് കേൾക്കണം. ഇതാ വലിയ സംഗതി. ബാങ്കിന് തർജ്ജമ നടത്തുന്നതിനേക്കാളും പ്രാധാന്യം ഖുതുബ കേൾക്കല. ബാങ്ക് കേട്ടാൽ വേഗം ധൃതിയിൽ പള്ളിക്ക് പോവുക. ആ ദിക്റുള്ളയിലേക്ക്, ആ ദിക്റുള്ള എന്ന് പറഞ്ഞ അപ്പൊ ഇത് വലിയ കാര്യമാണ് ഖുതുബ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞത് വീണ്ടും വേറെയുള്ള ജോലിക്കൊക്കെ പോകാം. ആ പോകുമ്പോ ചങ്ങിരിക്കണ്ട, പള്ളി ചങ്ങിരിക്കില്ല. ഈ ജുമാക്ക് വന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് വന്നവര്, പലിശാലകളിൽ നിന്ന് വന്നവര്, വയലുകളിൽ നിന്ന് വന്നവര്, വീട്ടിലെ തിരക്കുള്ളവര്, ഇങ്ങനെ പലരും ഉണ്ട്. ഈ ഒരൊക്കെ ഒരേ ഒരുപാട് നോക്കി പോണ പന്തശിറോഫില്ലാന്ന് ഭൂമിയിൽ വ്യാപൃതരാവുക, അവരെ പണിക്ക് പോകണം. ധാരാളം അള്ളാഹു ഓർത്തുകൊണ്ട്
അള്ളാന്റെ ഫദ്ല് തേടി ആഗ്രഹിച്ച് അള്ളാനെ ധാരാളം ഓർത്തുകൊണ്ട് പോകാൻ അവിടെ നിൽക്കുള്ള നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ എത്തിയാൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനല്ല, പിന്നെ വയലുകളിൽ എത്തിയാൽ അവിടെ അതിർത്തട്ടുണ്ടാക്കുന്ന കർഷകനല്ല, ഇവിടെ പിന്നെ അർത്ഥത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയോ കരിഞ്ചന്ത നടത്തുകയോ ആളെ പറ്റി കഴിയുന്ന കച്ചവടക്കാരനല്ല ജുമായ്ക്ക് വന്നത്. ഈ ജുമയെ കേട്ടതിന് സ്വാധീനമായിട്ടാണോ അള്ളാഹ് നോക്കണം, അള്ളാഹിനെ പതിൽ ആഗ്രഹിക്കുമ്പോൾ പതിലില്ല. നേരത്തെ ആജിനെ പറ്റി പറഞ്ഞു പോയത് ദുനിയാവല്ലേ ചോദിക്കേണ്ടത്, രണ്ടും ചോദിക്കാം. അങ്ങനെ ആവുമ്പോ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വാധീനം മനുഷ്യർക്ക്. സംസ്കാരത്തിനെ പറ്റി പറഞ്ഞ് എല്ലാ തിന്മയിൽ നിന്നും പ്രതിരോധിക്കും. നിസ്കരിക്കണം, മനുഷ്യൻ ഒരു തെറ്റായ സംഗതി ചെയ്യൂല, അവനക്ക് ഉണ്ടാകാൻ പാടില്ല. ഹജ്ജ് ചെയ്ത ആളുകൾ കൈപ്പൂർ കാര്യം അറിയില്ല, കൈപ്പൂർ തിരിച്ചറിഞ്ഞ ഒന്ന് അവജാത ശിശുവിനെ പോലെ, ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളൊക്കെ ഉള്ള പുസ്തകത്വൻ വളരെ പരിശുദ്ധനായി അവൻ പുണ്യവാളനായി തിരിച്ചു വരുന്നുണ്ട്. അത്രയും വലിയൊരു സംഗതിയാണോ ഹജ്ജ്? പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ കുറെ പിന്നെ അവിടെ പാർത്ത് ഇവിടെ പാർത്ത് അവിടെ കല്ലിറക്കി ഇവിടെ നടന്ന് ഇങ്ങനെ കുറെ സംഗതിയേ ഉള്ളൂ. ഹജ്ജിന്റെ ആത്മീയത ശരിക്കും ശ്രദ്ധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജൊന്നുമില്ല. തുലാച്ചി 8 തുടങ്ങി 13 അവസാനിക്കുമ്പോ ആ 8 മിനാലി എത്തി അയാൾ താമസിക്കുകയാണ് അവിടെ. ഇന്നലെ ആ താമസത്തിനൊക്കെ കുറെ ഉണ്ട്. വീട് വിട്ട് താമസിക്കാൻ പറ്റാത്ത, കട്ടില് മാറിയാൽ പോലും ഉറക്കം വരാത്ത, റൂം മാറിയാൽ ഉറക്കം വരാത്ത, ആസ്പത്രി നിൽക്കേണ്ടി എന്നാൽ അവർ മാത്രം എന്നോട് പറയരുത് നമുക്ക് പറയണം. നമ്മള് ആ ബിനായിലെ തമ്പുകളിൽ മുമ്പൊക്കെ സൗകര്യം വളരെ കുറവ്, ഷീറ്റ് വിരിച്ച, ഇപ്പൊ ഇങ്ങനെ മടക്കി വെക്കാവുന്ന സോഫയും കിടക്കാവുന്ന സോഫയും ഒക്കെ ഉണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്. ഇന്നാമലും അതിലൊക്കെ പ്രയാസം ഉണ്ടാവും. വിട്ടുന്നേടാണുള്ളത്. അപ്പൊ അങ്ങനെ അന്ന് അവിടെ പിറ്റേന്ന് രാവിലെ ഇവിടെ കൂടെയല്ല, ഈ സോഫയും കട്ടിലൊക്കെ ഉണ്ടെങ്കിലും പുറപ്പെട്ടോന്നറിയാം. രാവിലെ തന്നെ കുറച്ച് പായിപ്പിക്കണമെങ്കിട്ട് അറുഫയിരിക്കാം. അതാണ് പ്രധാന സംഗതി. അത് കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് കിട്ടൂല എന്നാ. അത് കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് ഏറ്റവും പ്രധാനപ്പെട്ട അറഫയെ ചെലവ്. അത് മകലും മുഴുവനും അറഫയിൽ. ചിലപ്പോ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യുന്നത് ഏറ്റവും മികച്ച, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സൗദി ഭരണകൂടത്തിൽ നമുക്ക് പോരായ്മകളൊക്കെ പറയാം, പക്ഷേ 2 ഹറമിന്റെയും സന്ദർശനവും ഹാജിമാർക്ക് ഒരുക്കുന്ന സൗകര്യങ്ങൾ അത് സ്തുത്യാർഹമാണ്, ഏറ്റവും മികച്ചത് തന്നെയാണ്. അങ്ങനെയാണ് ഈ അറഫയിൽ പ്രയാസങ്ങളൊക്കെ ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നാലും പ്രയാസങ്ങൾ ഉണ്ടാകാം. ആ അറഫയിലെ ഖുതുബയൊക്കെ കേട്ട് അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ല, അസ്റിന്റെയും മഗ്‌രിബിന്റെ ഇടയിൽ സമയം പ്രാർത്ഥനയ്ക്ക് അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ കരഞ്ഞ കണ്ണുകളും മേനിയും ഹജ്ജിൽ പ്രവേശിച്ച് കുറച്ച് പ്രയാസം ഉണ്ടാവും. നൃത്തമൊക്കെ. എന്നിട്ട് അസറിന്റെ ശേഷം കുറച്ചുകൂടി കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈകൾ ഉയർത്തി നടത്തുന്ന തേട്ടം, തടിയിലൂടെ കണ്ണുനീരിങ്ങനെ ഉറ്റുന്നത് കാണാൻ പലർക്കും. അതും പറയാണ്ട് കൂടെ പക്ഷേ സഹധർമ്മിണിയുടെ കൈ പിടിച്ചയക്കാം, പ്രായം കൂടിയ ഉപ്പാന്റെ കൈ പിടിച്ചയക്കാം, ചുറ്റുപോയിട്ട് ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ടാകാം. നമ്മൾ ഒറ്റക്കാവൂലല്ലോ പലപ്പോഴും. പ്രാർത്ഥനക്കൊക്കെ വല്ലാത്ത ആത്മീയത ഉണ്ട്. അതാണ് ഹജ്ജ്. നവജാത ശിശുവിനെ പോലെ മാറ്റുന്ന സംഭവം. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പ്രസ്തുത കൽപ്പന സ്റ്റേറ്റിലെല്ലാം ആയിരുന്നു ബാങ്കൂർത്തിന് ശരി നടന്നോട് മുസ്ദലിഫയിൽ പോയിട്ട് ആസ്കരിക്കേണ്ടത് 10 കിലോമീറ്റർ അകലെയാണ്. മെട്രോ ട്രെയിനും ബസ്സും ഒക്കെ കിട്ടാതിരുന്നാൽ ആ നടത്തത്തിനൊക്കെ ഒരു കുളിർമണ്ട്. അതൊരു ഒഴുക്ക് നമ്മുടെ പറഞ്ഞു, അതൊരു ഒഴുക്കാണ്. അവിടെ ചെന്നിട്ട് കിടന്നുറങ്ങേണ്ടത് എവിടെ? ഒരു മലഞ്ചെരുവില് വീട്ടിലെല്ലാ സൗകര്യമുള്ള പട്ടുമത്തിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ അവിടെ കിട്ടിയ ഷീറ്റ് വിരിച്ചിട്ട് കിടന്നുറങ്ങാണ്. അതൊരു സംഭവം തന്നെയല്ലേ? കിടന്നാലൊക്കം വരും. അപ്പൊ അവിടെയൊക്കെ ഉള്ള പ്രാർത്ഥന. ആ അറഫയിലെ ക്ഷീണം തീർന്നില്ല. തിന്നിട്ടേ മരുവിഷ സംസ്കരിക്കാൻ പാടുള്ളൂ. ആ മരുവിഷ സംസ്കരിച്ചിട്ട് കിട്ടുന്ന സ്ഥലത്ത് അല്ല ഒരു ചവിട്ടയ്യേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതിർത്തി തന്നെ ആളുകൾ കിടന്നിട്ട് എന്നാലും ആളെ ചവിട്ടാതെ ചെന്ന് മെല്ലെ ചുരുണ്ട് കിടക്കാൻ, നിങ്ങൾ കാല് നീട്ടി കിടന്നാൽ വേറൊരുത്തന്റെ മുഖത്തേക്ക് തട്ടാം. എന്തൊരു സൂക്ഷ്മത, എന്തൊരു പ്രാർത്ഥനാനിരതമായി മനസ്സ്. അന്ന് രാത്രി അവിടെ പഠിച്ചു. നേരം വെളുത്തപ്പോ നീറ്റ് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചു.
കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ച് എന്താ മലമൂത്ര വിസർജനത്തിൽ ചെന്നപ്പോ നമ്മുടെ മുന്നിൽ 10 ആളുണ്ടാവും ചിലപ്പോൾ, അത് ഏറെയാകെ കുറവാണ്. ആ ആളുകൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ടോയ്ലറ്റിന്റെ അവസരം കേട്ടിട്ടാ നമുക്ക് കിട്ടുന്നത്. അതുവരെ ക്ഷമയോടെ നമ്മുടെ കൈപറ്റി ഇങ്ങനെ നിൽക്കന്നെ. ക്ഷമകേട് കാണിച്ചാൽ, ഒന്നും തള്ളുണ്ടാക്കിയാൽ, വർത്താൻ കയറിപ്പോയാൽ ഹജ്ജ് കൊള്ളാവും. അത് പേടിച്ചിട്ടാ റഫസും ജിദാലും വന്നാൽ ഹജ്ജ് കൊളാകും എന്ന് പേടിച്ചിട്ടാണ് ക്ഷമിച്ചു നിൽക്കുന്നത്. നമുക്ക് കിട്ടിയ അവസരത്തിൽ നമ്മൾ വിസർജനം കഴിഞ്ഞ് ഒതുവെടുത്ത് സുബഹിസ്കരിച്ചിട്ട് അള്ളാന്റെ കൽപ്പന ബഹന്നാ പോരാ, മുതലിപ്പേരല്ല, പോകണം അങ്ങ് മിനായുടെ അറ്റത്ത് ജംറയിൽ പോയി കല്ലെറിയണം ദുൽഹജ്ജ് 10-ന്, എന്നിട്ട് വീണ്ടും കമ്പിലേക്ക് വരണം, പിന്നെ മൃഗബലി നടത്തണം, തല മുണ്ടനം ചെയ്യണം. സാധിക്കുമെങ്കിൽ അന്ന് തന്നെ 5 കിലോമീറ്റർ അപ്പുറത്ത് കഅബ തവാഫും സഅയും ഒക്കെ നിർവഹിക്കുമ്പോഴാണ്. ദുൽഹജ്ജ് 10 വള്ളപ്പിടിപ്പതും പണിയാണ്. നമ്മളിവിടെ വലിയ നടത്തുമ്പോൾ ഹാജിക്ക് ഒരുപാടും പണിയാണ്. ഇതൊക്കെ വില കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ തന്നെയാണ് ഇവനെ പാകപ്പെടുത്തുന്നത്. ഈ മനുഷ്യനെ നവജാത ശിശുവിനെ പോലെ ആകുകയാണല്ലോ. ആ മാറ്റം ഉണ്ടാക്കുന്ന ഈ കർമ്മങ്ങളിലൂടെ ഒക്കെ തന്നെയാണ്. വല്ലാത്തൊരു മാറ്റമാണ്. എന്തൊക്കെ പ്രയാസം ഉണ്ടാവും. സാധിക്കുമെങ്കിൽ അന്ന് അല്ലെങ്കിൽ ഇനി പിറ്റേ ദിവസങ്ങളിലും ആവാം ഈ തവാഫും സഅയും ഒക്കെ. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള റസൂലിന്റെ ശരീരത്തിൽ ഏറ്റവും ഉത്തമം. അതിനു വേണ്ടി ഇവിടെ വരുമ്പോ ഒരു കാല് കുത്താൻ പോയിട്ട് വിരല് വെക്കാൻ മത്താഫിന്റെ സ്ഥലം കാണില്ല. തവാഫിന് ഇത് കാണണ്ടേ? ജനങ്ങളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ പോണത്. ആളെ കൊണ്ട് ആള് നിലപ്പെട്ടിട്ടുണ്ടാവും. ആ ജാതി തിരക്കുള്ളോട്ടാണ് നോക്കിക്കഴിഞ്ഞ അങ്ങോട്ട് ഇറങ്ങിയാണ് നമ്മള്. ഒരിറക്കം മത്താഫിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങണം. ആ കറക്കത്തിനനുസരിച്ച് എന്താണ് തവാഫൊക്കെ, എന്താണ് തവാഫ്, ഈ തവാഫും സഅയും ഒക്കെ നല്ല തിരക്കുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കാൻ സമയമില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് തന്നെ എത്തണം. മിനായിലെ തപ്പിൽ തിരിച്ചെത്തണം. അതിന്റെ പിറ്റേന്ന് മിനായിലും തപ്പിൽ താമസിക്കണം. ജബ്രയിൽ പോയി കല്ലെറിയണം, തിരിച്ചു വരണം. റൂട്ടിൽ തിരക്കുള്ള റൂട്ടിൽ നിശ്ചയിച്ച് കിട്ടിയ സമയത്ത് കർമ്മം ചെയ്യിക്കണം. 2-3 ദിവസം അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വിദാഇന്റെ തവാഫ്. ഇതിനിടെ ഈ തലമുടി കളയൊക്കെ ഉണ്ട്. ഉണ്ടായാലും മുടി കളഞ്ഞു പോകാൻ നമ്മൾ എത്ര ചെറിയ കുട്ടിക്കാലത്ത് മുടി വളർത്താൻ തുടങ്ങിയത്. ഇവരെ അങ്ങോട്ടോ നീങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷ്മതയോട് കൂടി അതിനെ പിന്നെ പോക്കറ്റിൽ ചെറുപ്പമായിട്ട് നമ്മൾക്ക് ആളുകൾ നമ്മള് കേടേക്ക് തലമുടി അതെങ്ങാനും ഒന്ന് നില ബാധിച്ച് പെയിന്റ് അടിക്കണവരാ നമ്മള്, ചുവപ്പോ കറുപ്പോ ഒക്കെ. അപ്പൊ അത്ര ആ കാര്യത്തിൽ സൂക്ഷ്മത പെടുത്തുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞു. സൗന്ദര്യബോധം കൊണ്ട് അതാണ് ഒരു പരിചയമില്ലാത്ത ബാർബറിന്റെ മുന്നിൽ വെച്ചു കൊടുക്കണ ഈ തല. ചിലപ്പോ തല മതനം ചെയ്ത് കഴിയുമ്പോഴേക്ക് ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ ചോരൊട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ ബാർബർ പരിചയമുള്ളവരായിക്കൊള്ളുന്നില്ല, ഇതിനു വേണ്ടി വന്ന ആളുകളായിരിക്കും ചിലപ്പോ. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വിദാഇന്റെ തവാഫ് കഅബൻ അവസാനത്തിൽ കൂടി നോക്കിയിട്ട് പ്രശ്നം ഇനി ഇവിടെ വരാൻ തൗഫീഖ് ഉണ്ടാക്കണേ എന്ന ചന്തത്തോടുകൂടിയല്ലോ എല്ലാവരും കൂടിയാണ്. ഒരു പക്ഷെ അവസാനത്തെ തവാഫിന്റെ ആയിരിക്കും. പിന്നെ ഒരു രണ്ടാമത് പോകാനൊന്നും അവസരം കിട്ടിക്കോളുന്നില്ലല്ലോ. ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പിരിഞ്ഞു പോയത്. ഇപ്പൊ ഈ മനുഷ്യൻ പാകപ്പെട്ടില്ലേ, എമ്പാടും പാകപ്പെട്ടില്ലേ? ആ പാകപ്പെടുത്തൽ തന്നെയാണ് അല്ലാഹു തആല ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പോകുമ്പോഴാണ്ട് ഒരുക്കം കൊടിയേരിയും അച്ചാർഭരണിയും ഇതൊന്നും ഇല്ല. അതൊക്കെ വേറെ. അതിന്റെയൊക്കെ അപ്പുറത്ത് ഏറ്റവും വലിയ ജാത് കൊണ്ടുപോകണം മുതൽ തഖ്വയാണ്. തഖ്വയോടുകൂടി പോവുക. ആ തഖ്വയുടെ പൂർണ്ണതയിലെത്തിയിട്ട് അതിന്റെ പൂർണ്ണത അനുഭവിച്ച് ആസ്വദിച്ച് ഹജ്ജ് ചെയ്തിട്ട് ആ തഖ്വയോടുകൂടി തിരിച്ചു വരിക. ആ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ബാപ്പാലേക്ക് ഓർക്കണേലേറെ അള്ളാഹ് ഓർക്കണേ. എന്നിട്ട് അള്ളാഹിനോട് ചിലർ പ്രാർത്ഥിക്കല് ദുനിയാവ് വേണമെന്നാണ്, ചിലർ പ്രാർത്ഥിക്കൽ ദുനിയാവ് ആസുറും നരകത്തിന് രക്ഷപ്പെടണമെന്നാണ്. ആ പ്രാർത്ഥന നടത്തിക്കൊള്ളില്ല. നമ്മുടെയൊക്കെ ഭാഗത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുന്ന ഏറ്റവും ആത്യന്തികമായ നമ്മുടെ ആഗ്രഹം അതാണ്. അതിന് പര്യാപ്തമാകുന്ന സക്രമങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മെ തുറക്കുമാറാവട്ടെ. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Ayyuhal ikhwan, wasiyikum bi taqwallah. സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മുഹറം മാസം ആദരണീയമായ മാസം. ഒരുപാട് അന്ധവിശ്വാസങ്ങളും മുഹറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നഹ്സാണ്, അശുഭമാണ് എന്നൊക്കെ കരുതിയിരുന്ന അന്ധവിശ്വാസം ഒരു കാലത്തിന്റെ. അങ്ങനെയൊന്നുമില്ല. അള്ളാഹ് ആദരിച്ച മാസം, ഏറ്റവും നല്ല മാസം. അള്ളാഹു ആദരിച്ചതിനോട് നമ്മളും ആദരവ് പുലർത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് നമ്മളും ആദരവ് പുലർത്തേണ്ടതുണ്ട്. അപ്പോ 4 മാസം ആദരണീയമാണ്. അതിലൊന്ന് മുഹറം മാസമാണ്. മറ്റൊന്ന് മുഹറം വർഷാരംഭമാണ് സൂചിപ്പിച്ചത്. മുസ്ലിങ്ങൾക്ക് കൊല്ലം എണ്ണി തുടങ്ങാൻ എന്ത് മുതൽക്ക് എന്ന് ചർച്ച ചെയ്തപ്പോൾ നബിയുടെ ജനനം മുതൽക്ക് എന്ന അഭിപ്രായങ്ങൾ വന്ന്, റസൂലുള്ളാഹിന്റെ മരണം മുതൽ എന്ന അഭിപ്രായങ്ങൾ വന്ന് അതൊക്കെ തള്ളി ഹിജ്റയാണ് മഹാനായ ഉമർ ഫാറൂഖിന്റെ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുത്തത്. ഹിജ്റ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പറയുന്നില്ല. ഹിജ്റ ഒരു ത്യാഗത്തിന്റെ കഥയാണ്. ഹിജ്റ അർപ്പണത്തിന്റെ കഥയാണ്. ഹിജ്റ എനിക്ക് പ്രത്യേകം ഒത്തു പറയും. ഒരാളെ കുറിച്ചൊക്കെ മികവ് പറയുക, അയാൾ ഹിജ്റയിൽ പങ്കെടുക്കാറില്ലേ, അതൊരു മികവാണ്. അയാൾ ബദറിൽ പങ്കെടുക്കാറില്ലേ എന്നൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ആളെ പറ്റി മോശമായ എന്തെങ്കിലും ഒക്കെ പരാമർശം പറയുമ്പോൾ അയാൾ പറയാൻ പാടില്ല. അയാൾ ബദറിൽ പങ്കെടുത്താണ്, അല്ലെങ്കിൽ അയാൾ ഹിജ്റയിൽ പങ്കെടുത്താൽ. ഇപ്പൊ മുഹാജിർ ഹിജ്റയിൽ പങ്കെടുത്ത ആൾക്ക് വലിയ പദവി, വലിയ സ്ഥാനമുണ്ട്. ഒരുപാട് പാപങ്ങൾ വെക്കുകയും സ്വർഗം കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ്. വെടിയലാണ് ഹിജ്റ, വെടിയലാണ്. എല്ലാം വെടിയൽ, നാടും വീടും സമ്പത്തും ഒക്കെ പിന്നെ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോ നടന്നു പോണ്ടി വന്ന് അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോ ആ സ്വാതന്ത്ര്യമുള്ള നാട് തേടി പോകുന്നതിന് ഹിജ്റ എന്ന് പറഞ്ഞത്. ആ പൊക്കല് ഇവിടെ കയ്യിൽ കിട്ടണം കൊണ്ട് പോവുകയാണ്, കയ്യിൽ കിട്ടണം കൊണ്ട് പോവാ. ബാക്കിയൊക്കെ നാട്ടിൽ കൂടെ ബന്ധുക്കള്, സമ്പത്ത്, വീട് ഒക്കെ ഇവിടെ തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ സ്ഥലം വിറ്റ് പൈസ കൊണ്ടാ പോകുന്നത്. വിശ്വസത്തെ പിടികൂടി അദ്ദേഹം. എന്നാലും അദ്ദേഹം അതാണ് കൊടുക്കുക, കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ അത് ദീനിന് വേണ്ടി തടി വിറ്റത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പരാമർശം. ഈ സംഭവമായി ആയിത്തന്നെ അള്ളാന്റെ ദീനിന് വേണ്ടി തടി വിറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ട് അദ്ദേഹം ഹിജ്റ മുഴുവൻ. ഹിജ്റ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് കയ്യിലുള്ള എടുത്തോളി, നിങ്ങൾക്ക് അറിയാലോ ഒരു സ്വഭാവം, ഞാൻ നല്ലൊരു അപ്പയത്തുകാരനാണ്, നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സമ്പത്ത് കൊടുത്തിട്ട് ഹിജ്റ മുഴുവൻ. ഇത് ഒരുപാട് സംഘടന പറയാനുണ്ട്, ശ്രമിക്കാൻ പറയാം. അപ്പോ ഈ ത്യാഗം, വീട് പിടിഞ്ഞ് കുടുംബത്തെ പിടിഞ്ഞ്, പലർക്കും ആണുങ്ങൾ പോകുമ്പോൾ കുട്ടികളും പെണ്ണുങ്ങളും ഇവിടെ തന്നെയാണ്, ഓരോരുത്തരായി ഒറ്റയായിട്ട് പോണത്. അതിന് വേണ്ടി റസൂൽ നടത്തിയ പിന്നെ ആസൂത്രണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കേണ്ട സംഗതികളിൽ ഒരുപാട് ആസൂത്രണങ്ങൾ. ഒറ്റടിക്ക് അങ്ങനെയല്ല, ശത്രുക്കൾ കൊടുത്തു കൊടുക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരുപാട് ആസൂത്രണങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാറ്റിനും ഒരു ആസൂത്രണം വേണം. അല്ലെങ്കിൽ ഹിജ്റ നമുക്ക് വലിയ പാഠം തന്നെയാണ്. അതുപോലെ വർഷാരംഭം എന്ന് പറഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ഹിജ്റ പുതിയ കലണ്ടർ അല്ലെങ്കിൽ പുതിയ പേജ് കലണ്ടറിന്റെ നമ്മൾ തുടങ്ങിയാണ് 1448. അപ്പൊ 1447 വർഷം പിന്നിട്ട് ആ മഹാസംഭവം കഴിഞ്ഞിട്ട് ഹിജ്റ കഴിഞ്ഞിട്ട്, അപ്പൊ നമുക്കൊരു വയസ്സ് ഒരു കൊല്ലം കഴിഞ്ഞ് പുതിയ കലണ്ടർ ആവുമ്പോ ഒരു വയസ്സ് സഹോദരനായി നമ്മളൊക്കെ പോകേണ്ടവരാണ്. നമ്മളും വെടിയേണ്ടവരാണ്. അവസാനത്തെ വെടിയേനാണ് സൂചിപ്പിക്കുന്നത്. ദുനിയാവിലുള്ള വിടമാണ്. അതിന് വേണ്ടി നമ്മളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നന്നായി ആലോചിക്കണം. 2 മയ്യത്തുസ്കാരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. 2 എന്റെ സുഹൃത്തുക്കളാണ്. ഒരു 50 കൊല്ലത്തെ പരിചയമുള്ള ഒരു സുഹൃത്ത്, ഒരു പിന്നെ സ്കൂൾ അധ്യാപകൻ. ഒരു 10 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നത്. സർജറി ഒക്കെ നടത്തി കുറച്ച് ആശ്വാസം കിട്ടി. വീണ്ടും അസുഖമുണ്ടായി. വേദന സഹിച്ച് ആരോഗ്യത്തെ രോഗാണു കാർന്ന് നിന്നപ്പോ അങ്ങേയറ്റം പ്രയാസപ്പെട്ടു. സഹിച്ചുകൊണ്ടേ പേക്കില്ല മരുന്നുകളൊക്കെ ആൾക്ക് മരിക്കാതെ ഉണ്ടാവുന്ന അവസ്ഥ ആലോചിച്ചു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മാരകമായ രോഗം. ഇപ്പൊ പല പകർച്ചവ്യാധികളുമുണ്ട്. നല്ല ജാഗ്രത വേണ്ടത്. എന്താ ജാഗ്രത? രോഗമുള്ളടത്തേക്ക് പോകാതിരിക്കുക, രോഗത്തെ പേടിച്ച് നമ്മൾ നാട് വിടാതിരിക്കുക. അതായത് കെട്ടാതിരിക്കുക.
രോഗം ഉള്ളോടത്തൊക്കെ പകരാൻ വേണ്ടി നിങ്ങൾ ചെല്ലണ്ട. നമ്മുടെ രോഗം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നാട് വിടും വേണ്ട. ആരോഗ്യ വകുപ്പ് ഈ കാര്യത്തിൽ നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയും ഇപ്പൊ ശുചിത്വവും പിന്നെ കാര്യങ്ങളൊക്കെ ആണല്ലോ. അതൊക്കെ പിന്നെ അഴുക്ക് വെള്ളത്തിലൂടെയൊക്കെ പകർന്ന പനികള് പിന്നെ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ അതിന്റെ എല്ലാ ശ്രദ്ധയും പാലിച്ചുകൊണ്ട് നമ്മള് ശുദ്ധിയുള്ള ആളുകളല്ലേ, വൃത്തിയുള്ള ആളുകളാണ്. اللهم اجعلني من التوابين واجعلني من المتطهرين. വൃത്തിയും ശുദ്ധിയും പഠിപ്പുള്ളവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേന്നാണ്. മുത്തപ്പീൻ ഒതുട്ടാക്കിയതിനു ശേഷം നമ്മൾ പറഞ്ഞു എപ്പോഴും വൃത്തിയുള്ളവരാണ്. നമ്മൾ വൃത്തിയുള്ളവരാണ്. നമ്മുടെ വൃത്തി വേറുള്ളവരെ താരതമ്യം ചെയ്യുമ്പോഴേ മനസ്സിലാവും. ഒന്നിന്റെ ഗുണമാണെങ്കിൽ വേറൊന്നുമായിട്ട് താരതമ്യം ചെയ്യണ്ടേ. അപ്പൊ ഈ വൃത്തിയിലാണ് മാലും മൂത്രവും പോലും വേണ്ടത്ര വൃത്തിയാക്കാത്ത മനുഷ്യന്മാരുടെ അവസ്ഥയായിരിക്കും. എന്തായിരിക്കും? എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാന് പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്ന ആളെയും അവിടുത്തെ ജോലിക്കാരെ കണ്ടപ്പോ ഇവര് ബാത്റൂമിൽ പോയിട്ട് വരുന്നവരെ കണ്ടപ്പോ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. ഇത് അധികം മൂത്രയിച്ചാൽ കഴിയാത്തവരെ പണിക്കാർ, മൂത്രയിച്ചാൽ കഴിയാത്ത ആളുകൾ ഒരക്ക ഇതുകൊണ്ട് തന്നെ വന്നിട്ട് ഈ ചപ്പാത്തി പൊടി പിന്നെ പൊറാട്ട പൊടിയും ഒക്കെ വയ്ക്കുന്നതും ഓല് നമുക്ക് വേണ്ടി ഈ മന്തിയും മറ്റും ഒക്കെ ഉണ്ടാക്കി തരുന്നൊക്കെ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നുകയില്ല. അപ്പൊ അതൊക്കെ എനിക്ക് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മളും നമ്മളുടെ വൃത്തിയും അലമൂത്ര എത്രമാത്രം നമ്മൾ അതിൽ സൂക്ഷ്മതയോട് കൂടിയാണ് രജസ് വരുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ അവയവങ്ങളും ഒക്കെ നമ്മുടെ വ്യവസ്ഥാപിതത്വം ഇജയെന്ന് പഠിക്കേണ്ട വളരെ ചിട്ടയോടുകൂടിയുള്ള കാര്യങ്ങൾ ചെയ്യും. എല്ലാത്തിനും ഒരു കോലമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു കോലമാണ്. ഇവിടത്തെ സൂചിപ്പിക്കട്ടെ, ജുമായത്തോടെ തുടങ്ങുമ്പോൾ പാറി പറന്ന സൈസ് എനിക്കൊരു വിഷമം തോന്നിയില്ല. ജുമാക്ക് വന്നാൽ നമ്മളെ ഓരോ സ്വപ്പും പൂർത്തിയാക്കി തന്നെ ഇരിക്കണം. നിർഭയമില്ലാത്ത ഒരു ചായ ഇരിക്കുക. ഈ ചായ ഇരിക്കാൻ നമ്മുടെ സൗകര്യമുണ്ട്, ഇത് ഉപയോഗപ്പെടുത്തുക. മുന്നിക്ക് വരിക. നമ്മൾ എല്ലാവരും അമ്മ ക്ഷണിച്ചിട്ട് വന്നാൽ അള്ളാനെ വെളിയിക്കാൻ വന്നത്. അപ്പൊ ആരും ബാക്കിൽ ഇങ്ങനെ വിളിക്കാതെ എല്ലാത്തിലും ഒന്നാൻ്റെ മതി നിൽക്കണ്ടേ. എല്ലാവരും മുന്നിക്ക് വരിക. ഒന്നാം സ്വപ്പിന് അധികം ശ്രേഷ്ഠതയുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുന്നത്. അതൊക്കെയാണ് ജുമാന്റെ വ്യവസ്ഥാപിതത്വം. എല്ലാ സംഗതിയും റസൂൽ പറഞ്ഞു ഒറ്റക്കാലം ചെരുപ്പിട്ട് ആൾക്കാർക്ക് അത് ഈ വ്യവസ്ഥാപിതത്തിന് ഒരു കുറവാണ്, ഒരു കോലക്കേടാണ്. റസൂൽ പറഞ്ഞു തലമുടി അടിഭാഗമൊക്കെ വലിച്ചിട്ട് കുടുംബമൊക്കെ അതൊരു കോലക്കേടാണ്. അപ്പൊ ഈ കോലക്കേടൊന്നും അനുഭവിക്കില്ല. ഒരു കോലം ഇതിനെ കണ്ടാൽ ഒരു കോലം വേണം. നമ്മുടെ പള്ളിയിലെ സദസ്സിനും ആ കോലം വേണം, നമ്മുടെ ഡ്രസ്സിലും ആ കോലം വേണം, നമ്മുടെ തലമുടിയിലും ആ കോലം വേണം. മൻകാനിലെ ഭൂഷണവൻ ആക്കിയൊരു തലപ്പൊടി ഉണ്ടെങ്കിൽ മാനിക്കട്ടെ. ആ മാനിക്കട്ടെ ഹദീസിന്റെ പിന്നെ വിശദീകരണം ഹദീസ് പഠിതന്മാർ നല്ലത് അത് പിന്നെ എണ്ണ മിൽക്കുകയും ചീകി വെക്കുകയും അന്ന് ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും നന്നാക്കി വെക്കുന്ന രൂപം പറഞ്ഞതാണ്. അതെങ്ങനെയാണോ നമ്മൾ മാന്യതയായി കാണുന്നത് ആ മാന്യതയുടെ രൂപത്തിലാവുക എന്നുള്ളത്. വസ്ത്രമാണെങ്കിലും ഒക്കെ അപ്പോ പിന്നെ ചില വസ്ത്രമൊക്കെ കണ്ടാൽ നമ്മളെ കുട്ടീനാണോ എന്ന് തോന്നിപ്പോകുന്ന, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ഭാരതിയുടെ മകളാണോ പ്രശ്നം അപ്പോണത് എന്ന് ചോദിക്കുന്ന അതൊന്നും ആകരുത്. അതൊക്കെ കോലക്കട. നമുക്ക് കോലക്കട, നമ്മുടെ കുടുംബത്തിന് കോലക്കട, നമ്മുടെ ദീനിനും കോലക്കട. ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമ്മളെ ഈ ഹിജറ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ചിട്ടയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ചിട്ടയോടുകൂടി ചെയ്യാൻ, നമ്മുടെ ഇബാദത്തുകളൊക്കെ പൂർണ്ണമായി പ്രതിഫലം ലഭിക്കാൻ, ഏറ്റവും നല്ല രൂപത്തിൽ നിർണ്ണയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ വന്നു പോയ പാപങ്ങളുള്ള മാപ്പാക്കി തരട്ടെ. മൊത്തത്തിലോ 2 സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു. ഒന്ന് പെട്ടെന്ന് പിന്നെ സ്ട്രോക്ക് വന്നത്, ഒരിക്കലും പഴുതി വേണ്ടി 4 ദിവസം ആശുപത്രിയിൽ നിന്ന്. ആ 4 ദിവസവും പിന്നെ മിണ്ടിയിട്ടില്ല. അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവുമായി. പക്ഷെ അവസരം കിട്ടിയില്ല. സ്ട്രോക്ക് വ്യാപകമാണ് ഇപ്പോ. ഇങ്ങനെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? വരാതിരിക്കട്ടെ. ഒന്നൊന്ന് പറയാൻ, മക്കളോട് പറയാൻ, മക്കൾക്ക് കാണാൻ. അവസാനം മക്കളുടെ കൈകൊണ്ടൊക്കെ തുള്ളി ആ വരണ്ട തൊണ്ടയിലേക്ക് വെള്ളം തിരിച്ചാൻ കെലിമ ചൊല്ലി തരാൻ ഇതൊന്നും അവസരം ഉണ്ടാവില്ല. അവസരം തന്നെ നമുക്ക് സംഭവിക്കാം. അല്ലാഹു ഏറ്റവും നല്ല മരണത്തിന് അല്ലാഹു നമുക്ക് അവസരം ഉണ്ടാക്കി തരും. മരിച്ചുപോയ ഈ സുഹൃത്തുക്കൾ അടക്കം നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ
കഫപ്പുടമ വെരുപ്പി പോകാത്ത ആളുകൾ പോലും നമ്മുടെ ഓർമ്മയിലുള്ള മരിച്ചുപോയ ആളുകൾ അള്ളാഹുക്കൊക്കെ മഹഫറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കുന്ന കൊണ്ടുപോയ പാപങ്ങളും സുഹാനിച്ച മാപ്പാക്കി തരണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وقنا عذاب النار. وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.